അക്കാഡമിക് രംഗം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടർ താരയിലേക്കും കൂടെ ഈ ചർച്ച മീൻസ് ഈ വിഷയം ഒന്ന് ചോദിക്കാൻ വന്നത്. സ്ത്രീകളും സയൻസും ഒരുമിച്ച് പോകില്ല എന്നുള്ള ഒരു എന്തുകൊണ്ടും ഒരു വെറുതെ വർത്തമാനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പറയുന്ന മാത്സോ പെൺകുട്ടികൾക്ക് കയറില്ല, അല്ലെങ്കിൽ ഫിസിക്സ് നടക്കില്ല എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ബയോളജി മാത്രം അല്ലെങ്കിൽ ബോട്ടണി മാത്രമാണ് സ്ത്രീകൾക്ക് പറ്റുന്ന സയൻസ് എന്നും അതല്ലാതെ വരുന്ന സയൻസ് എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സയന്റിസ്റ്റ് ആവാനുള്ളൊരു തീരുമാനം, അതിനെ തന്നെ തൻ്റെ കരിയറായി തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? വാസ്തവത്തിൽ ഞാനൊരു ജിയോളജിസ്റ്റാണ്. പ്രാഥമികമായും ഞാനൊരു ജിയോളജിസ്റ്റാണ്. പിന്നെയാണ് ഞാൻ ഈ ദുരന്ത നിവാരണം എന്നുള്ളത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ജിയോളജി എന്ന് പറയുന്നത് അന്ന് സാധാരണഗതിയിൽ തന്നെ ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സമയത്താണ്. പെൺകുട്ടികൾ തീരെ എടുക്കില്ല. കാരണം ഇത് മല കയറണം, ഈ കല്ലിൻ്റെ സാമ്പിൾ എടുക്കണം, പിന്നെ പാറ പൊട്ടിക്കണം. അത് പൊതുവെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളൊരു ജോലിയല്ല. പിന്നെ ഈ ജോലി കിട്ടുന്നതും ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പിന്നെ ONGCയുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഇപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളാണ് സാധാരണ കിട്ടുന്നത്. അപ്പോൾ പൊതുവേ ആരും എടുക്കാത്തില്ല. ഞാനും ശ്രീലത എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. വേറൊരു കുട്ടി ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോയി, അല്ലെങ്കിൽ അവരായിരുന്നു അതിൻ്റെ. ഞങ്ങളാണ് ആദ്യത്തെ ബാച്ചിൽ വരുന്നത്. അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞാനിത് എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള സാധ്യത. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും സാമ്പത്തികമായി സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അവരുടെ വരുമാനം കുടുംബകാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പര്യാപ്തമായിരുന്നില്ല. അപ്പം എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വേണം, ആ ജോലി കിട്ടാൻ ഉതകുന്ന. അപ്പോൾ മുൻ മന്ത്രിയായിരുന്ന വളരെ പണ്ഡിതനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആചാര്യൻ എന്ന് തന്നെ പറയാവുന്ന NE ബാലറാം, അദ്ദേഹമാണ് ഈ വിഷയം ഇങ്ങനെയാണ്. ബലറാം സഖാവിൻ്റെ മകളാണ് NE ഗീത അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പോയി ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇതിനകത്ത്? അപ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല, വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എന്ന് അന്നത്തെ കാലത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു. പക്ഷേ അവിടുത്തെ HOD ഞങ്ങൾ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കാര്യവട്ടത്ത് പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഇത് എന്താണ്, ആർ യു നോട്ട് അഷെയിംഡ് ടു വാക്ക് അറൗണ്ട് വിത്ത് എ ഹാമർ ഇൻ യുവർ ഹാൻഡ്? അതായത് ഒരു ചുറ്റികയും പിടിച്ച് നിങ്ങൾ ഈ മലയൊക്കെ കയറാനായിട്ട് നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നില്ല? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനി ഇത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ജോലി ചെയ്യും, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ് എന്ന് പറഞ്ഞ് കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ആദ്യമുണ്ടായത്. പക്ഷേ അത് ഞങ്ങൾ വിടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് അഡ്മിഷൻ തരികയും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോളേജിൽ അധ്യാപികയാവുന്നു. ഒരു 13 കൊല്ലക്കാലം പഠിപ്പിച്ചു. ഇതിൻ്റെ ഇടയിലാണ് ഈ ദുരന്ത നിവാരണം, അന്ന് ദുരന്ത നിവാരണം കേട്ടുകേൾവിയില്ലാത്തൊരു സമയമാണ്. പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണം സെൻട്രൽ ഗവൺമെൻറ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ദുരന്ത നിവാരണത്തിൻ്റെ ഒരു കോഴ്സ് ബാങ്കോക്കിൽ വെച്ച് നടക്കുന്നു. ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്റർ. ഏത് കാലഘട്ടത്തിലാണ്? 2000 ഇവിടെ സുനാമിയൊക്കെ വരുന്നതിന് മുമ്പ്, 2004 സുനാമി വരുന്നത്. അപ്പോൾ അതിനു മുമ്പാണ് ഈ സംഗതി. അപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാനായിരുന്നു ഏക വനിത ആ ടീമിൽ. ഇവിടുന്ന് 8 പേരടങ്ങുന്ന ഒരു സംഘം. ഇന്ത്യ ടീമിൽ ഈ ഇന്ത്യ എന്നുള്ള ടീമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയായിട്ട്. ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് സെൻറ്ററിലാണ് ഈ ആദ്യത്തെ ഒരു ഞങ്ങൾക്കുള്ള ഒരു ഈ വിഷയം എന്താണെന്നുള്ള മനസ്സിലാക്കുന്നത്. ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരന്ത മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണം ദുരന്തം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള. അതേ അല്ല, മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദുരന്തം വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ലഘൂകരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള. അതിലും ഈ ഒരു പക്ഷേ ദുരന്ത സമയത്തും നമുക്ക് നല്ലോണം ഒരു പങ്കാളിത്തം വഹിക്കാൻ പറ്റും. ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ദുരന്ത നിവാരണ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സെല്ലിൻ്റെ മീറ്റിംഗ് ഇടയ്ക്ക് ഡൽഹിയിൽ വെച്ച് നടക്കും, വർഷത്തിലൊരിക്കൽ. അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം അവിടെ. ഫണ്ട് വളരെ പരിമിതം, ആളുകൾ ഞങ്ങൾക്ക് ഇല്ല തന്നെയാണ്. അതായത് സപ്പോർട്ടിങ് സ്റ്റാഫ് ഇല്ല.
അപ്പോൾ തന്നെയാണ് റിപ്പോർട്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നതും ഓടുന്നതും ഈ ഫീൽഡിലൊക്കെ പോണ്ടി വരുന്നത്. അമ്പൂരി ലാൻഡ് സ്ലൈഡൊക്കെ ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പോവുകയൊക്കെ ചെയ്തു. അതിനൊന്നും നമുക്ക് വേറെ ഫണ്ടിങ്ങോ കാറോ വാഹനമോ ഒന്നും കിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും ദുരന്ത നിവാരണ സെല്ലിനെ പ്രതിനിധീകരിച്ച് വരുന്നത് പുരുഷന്മാരാണ്. അപ്പം ഞാനൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് സ്ത്രീ. മാഡം പറഞ്ഞ പോലെ നമ്മൾ ഒരു ചലഞ്ചിങ് ആയിട്ടാണ്, ഒരു സംതൃപ്തിയോടുകൂടിയാണ് അത് എടുത്തത്. അതിൽ പക്ഷേ ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ. ഇപ്പോൾ പോലും നമ്മളിപ്പോൾ ഏതെല്ലാ രംഗത്ത് സ്ത്രീകൾ നല്ലോണം മുന്നേറിയിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ എന്താണ് ഈ നമ്മുടെ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനം പറപ്പിച്ച 3 വനിതകൾ, അവനി, പിന്നെ അങ്ങനെ ഒരു 3 സ്ത്രീകളുണ്ട്. അപ്പോൾ അവർ യുദ്ധവിമാനം പറപ്പിക്കാൻ ഇപ്പോൾ നമ്മൾ അവരെ കാണുന്നു. നമ്മൾ ആദ്യം ഹിമാലയ പർവ്വതത്തിൻ്റെ കൊടുമുടി കയറിയ ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു അരുണിമ എന്ന് പറയുന്നൊരു, അത് ഒരു ദൃഢനിശ്ചയമാണ്. അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങളിലെല്ലാം നമ്മൾ സ്ത്രീകൾ പൊതുവെ കയറി ചെല്ലാത്ത രംഗങ്ങളിലെല്ലാം സ്ത്രീകൾ കയറി ചെല്ലുന്നുണ്ട്. എങ്കിൽ പോലും ഈ ദുരന്ത നിവാരണ രംഗത്ത് ഒരു ദുരന്ത നിവാരണ സേനയുണ്ട്. അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയും, ദേശീയ ദുരന്ത നിവാരണ സേന. സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സേന. രക്ഷാപ്രവർത്തനമാണ് മുഖ്യമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിൽ പോയ ആളുകളെ രക്ഷപ്പെടുത്താം. ഒരൊറ്റ സ്ത്രീ സാന്നിധ്യമില്ല. വാസ്തവത്തിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലേ? കഴിയും. അപ്പോൾ പോളിസി മേക്കിങ്ങിലും അതൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ അതോ അറിയാതെ സംഭവിച്ചു? അവിടെയാണ് ഈ സ്ത്രീകളുടെ ഇപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ട വെല്ലുവിളി എന്ന് പറയുന്നത് നയരൂപീകരണ രംഗത്ത് സ്ത്രീകളുടെ അസാന്നിധ്യം. അവിടെ ആ സാന്നിധ്യം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു വലിയ പരിധി വരെ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് തീർച്ചയായും തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നു.